ഓം എന്ന വാക്കിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചാൽ അത് ശ്രീയന്ത്രമായി. ഇനി അതിനെ 3D രൂപത്തിലാക്കി മാറ്റിയാലോ? അതാണ് ബർമുഡ ട്രയാങ്കിളിലെ രഹസ്യം. അതിലേക്ക് വരുന്നതിനു മുൻപ് ഓം എന്ന വാക്കിനെ പറ്റി കൂടുതൽ അറിയാം. ഭാരതീയ തത്വചിന്ത പ്രകാരം ഓം അഥവാ പ്രണവമാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ ശബ്ദം. ഈ ശബ്ദമാണ് എല്ലാ സൃഷ്ടിക്കും ആധാരം. ഈ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയാണ് ഷുമാൻസ് റിസോണൻസ് അഥവാ 7.83 ഹെർട്സ് എന്ന ആ മാന്ത്രിക സംഖ്യ. ഭൂമിയുടെ സ്വന്തം ഹൃദയമിടിപ്പ്, പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി. നിങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഈ ഫ്രീക്വൻസിയുമായി സന്തുലിതമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ആരോഗ്യം എല്ലാം വേഗത്തിൽ, എളുപ്പത്തിൽ നിറവേറ്റപ്പെടും. ഇതിന്റെ ശാസ്ത്രീയ തെളിവ് ഇതാണ്. ബെർമുഡ ട്രയാങ്കിളിൽ 90 മിനിറ്റ് പറക്കേണ്ട ദൂരം അതിന്റെ പകുതി സമയം കൊണ്ട് വെറും 45 മിനിറ്റ് കൊണ്ട് താണ്ടി സമയത്തെ മറികടന്ന ഒരു പൈലറ്റിന്റെ ഞെട്ടിക്കുന്ന അനുഭവം. അതെ, ടൈം ട്രാവലും ടൈം ലൈൻ ജമ്പിങ്ങും ഒക്കെ സാധ്യമാണ്. ആ രഹസ്യത്തിന്റെ താക്കോൽ പുരാതന ഭാരതത്തിലെയും ഈജിപ്തിലെയും നിഗൂഢ ചിഹ്നങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് വെറും ആത്മീയതയല്ല, ക്വാണ്ടം സയൻസും തന്ത്രവിദ്യയും ചേരുന്ന അത്ഭുത ലോകമാണ്. ഒരു പേനയും പേപ്പറും എടുത്ത് ഈ വീഡിയോ കാണുക, കാരണം നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. നമുക്കാദ്യം ശാസ്ത്രം സംസാരിക്കാം. ഭൂമിയുടെ ഹൃദയമിടിപ്പും നിങ്ങളുടെ തലച്ചോറും തമ്മിലുള്ള ബന്ധം നോക്കാം. പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി അഥവാ ഊർജ്ജസ്പന്ദനം 7.83 ഹെർട്സ് ആണ്. ഇത് ശാസ്ത്രലോകം അംഗീകരിച്ച സത്യമാണ്. ഇതിനെ ഷുമാൻ റെസനൻസ് എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഹൃദയമിടിപ്പ്. ഇവിടെയാണ് മാജിക്. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ആൽഫ തരംഗങ്ങളുമായി ഈ 7.83 ഹെർട്സിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ആൽഫ തരംഗങ്ങളാണ് ധ്യാനം, ശാന്തത, സർഗാത്മകത എന്നിവയുമായി ബന്ധപ്പെട്ട ബോധാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ വിശ്രമിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഭൂമിയുടെ സ്വാഭാവിക താളവുമായി ലയിക്കുന്നു. ഈ ലയം നമ്മുടെ ബോധത്തെ ഉണർത്തുകയും പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ ആഗ്രഹത്തിന്റെയും ഫ്രീക്വൻസി ഈ 7.83 ഹെർട്സിന്റെ താളവുമായി തുല്യമായാൽ ആ ആഗ്രഹങ്ങൾ അതിവേഗം നടപ്പിലാകും. പക്ഷേ എങ്ങനെ ഈ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കും? അവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ച പുരാതന ജാമിതി കടന്നുവരുന്നത്. ഓം മുതൽ ശ്രീയന്ത്രം വരെ ഊർജത്തിന്റെ രഹസ്യ കോഡിങ്ങിനെ പറ്റി അറിയാം. പുരാതന കാലം മുതൽ പല സംസ്കാരങ്ങളും ഉപയോഗിച്ചു വരുന്ന ചില ജാമിതീയ രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങൾക്ക് അതീന്ദ്രിയമായ ചില ശക്തികളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ചില രൂപങ്ങളാണ് വൃത്തങ്ങൾ, നക്ഷത്രങ്ങൾ, ത്രികോണങ്ങൾ, ഷഡ്കോണുകൾ അഥവാ 6 കോണുകളുള്ള നക്ഷത്രം, ഓം തുടങ്ങിയവ. ഇവ വെറും രൂപങ്ങളല്ല, ഇവ പ്രപഞ്ച ഊർജത്തെ ഒരിടത്ത് കേന്ദ്രീകരിക്കാനുള്ള ആംപ്ലിഫയറുകളാണ്. ഇത് കേവലം വിശ്വാസമല്ല, ശാസ്ത്രം തെളിയിച്ച സത്യം. കേൾക്കുക. സൈമാറ്റിക്സ് പരീക്ഷണം. ശബ്ദത്തെപ്പറ്റി പരീക്ഷണങ്ങൾ നടത്തുന്ന ജോൺ സ്റ്റുവർട്ട് റീഡ്, സ്റ്റീവൻ ഹാൽപ്പൺ തുടങ്ങിയവർ ഈജിപ്തിലെ ഗിസയിലെ പിരമിഡിന്റെ ഉള്ളിൽ വെച്ച് ശബ്ദത്തെ സംബന്ധിച്ച സൈമാറ്റിക്സ് പരീക്ഷണങ്ങൾ നടത്തി. അവർ ഓം എന്ന് ഉച്ചരിച്ചപ്പോൾ ആ ശബ്ദസ്പന്ദനത്തിൽ രൂപപ്പെട്ട ജ്യാമിതീയ രൂപം എന്താണെന്നോ? ഒരു വൃത്തവും അതിന്റെ നടുവിൽ ഒരു ബിന്ദുവും. പല പ്രാചീന നിർമ്മിതികളിലും ഈ ഒരു രൂപം കാണാം. ഓം എന്നാൽ വെറും ഒരു മതചിഹ്നമല്ല, പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയാണ്. ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ച ഫ്രീക്വൻസിയുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജ സ്പന്ദനവുമായി ചേർന്ന് സ്പന്ദിച്ചു തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഓം എന്ന വാക്കിന്റെ ജാമിതീയ രൂപം പല മേഖലകളിലും ആവർത്തിച്ചു വരുന്നത് കാണാം. ഒരു സാധാരണ ഓം മീറ്ററിലെ പ്രതിരോധ ചിഹ്നം അഥവാ റെസിസ്റ്റൻസ് സിംബൽ, നമ്മുടെ ശരീരത്തിലെ കോശമർമ്മത്തിന്റെ പ്രതീകം, കൂടാതെ ഗിസ പിരമിഡിൽ വെച്ച് ഓം എന്ന ശബ്ദസ്പന്ദനം അളന്നപ്പോൾ ലഭിച്ച രൂപം, ഇവയെല്ലാം ഒരേ ഒരു രഹസ്യ കോഡിന്റെ സൂചന നൽകുന്നു. അതാണ് ഒരു വൃത്തത്തിനുള്ളിലെ ബിന്ദു. ഈ ഒരു രൂപം ജീവന്റെയും സൃഷ്ടിയുടെയും അടയാളമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്കും സൃഷ്ടിക്കാം. എന്നാൽ ഊർജ്ജസ്പന്ദനം കൂട്ടാൻ ഇതിലും വലിയൊരു സൂത്രവാക്യമുണ്ട്. ഓം എന്ന വാക്കിന്റെ ഫ്രീക്വൻസി വീണ്ടും വർദ്ധിപ്പിച്ചാലോ? ഗിസയിലെ പിരമിഡിൽ വെച്ച് അവർ ആ എന്ന വാക്ക് മുന്നിൽ കൂട്ടിച്ചേർത്ത് ഓം എന്ന് ഉച്ചരിച്ചപ്പോൾ വൃത്തത്തിനുള്ളിൽ ഒരു 6 വാലുള്ള നക്ഷത്രം അഥവാ ഹെക്സഗ്രം കൂടെ വന്നു. അതായത് ഫ്രീക്വൻസി വീണ്ടും കൂടി. ഫ്ലാറ്റ് ആയിട്ട് 2Dയിൽ വരയ്ക്കുമ്പോൾ 2 ത്രികോണങ്ങൾ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഒരു ഷഡ്കോണം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ത്രികോണങ്ങളുടെ എണ്ണം വീണ്ടും കൂട്ടിയാലോ? അതെ, അതാണ് ശ്രീയന്ത്രം. പല താന്ത്രിക ചടങ്ങുകളിലും ശ്രീയന്ത്രമോ 6 വാലുള്ള നക്ഷത്രമോ ഉപയോഗിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. അതുപോലെ പെൻറ്റാഗ്രാം അഥവാ 5 വാലുള്ള നക്ഷത്രം, അത് പലപ്പോഴും ബ്ലാക്ക് മാജിക്കിലാണ് ഉപയോഗിക്കാറ്. അതിന്റെ ഫ്രീക്വൻസി നെഗറ്റീവാണ്. ഇനി ശ്രീയന്ത്രത്തെ 3D രൂപമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അതിനായി ആദ്യം ബർമുഡ ട്രയാങ്കിളിലെ രഹസ്യം അറിയണം.
ബർമൂഡയിലെ പിരമിഡുകളെ പറ്റിയും അവ സമയത്തെ ഫോൾഡ് ചെയ്യുന്ന രഹസ്യവും അറിയണം. ശ്രീയന്ത്രത്തെ 3D രൂപമാക്കി മാറ്റിയാൽ ത്രികോണത്തിന് പകരം നിങ്ങൾ കാണുന്നത് പിരമിഡുകളാണ്. തിരിച്ചും മറിച്ചും വെച്ച പിരമിഡുകൾ. ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ പണ്ടു മുതലേ ഈജിപ്തിൽ പിരമിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2 പിരമിഡ് കൂട്ടിവെച്ച രൂപത്തിന് അഥവാ 6 വാലുള്ള നക്ഷത്രത്തിന് ഈജിപ്തിൽ മെർക്കബ എന്നാണ് വിളിക്കുന്നത്. മെർക്കബ എന്നാൽ പ്രകാശത്തിന്റെ ശരീരം അല്ലെങ്കിൽ ആത്മാവിന്റെ വാഹനം എന്നാണ് അർത്ഥം. മറ്റു ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്യാനാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ബർമുഡ ട്രയാങ്കിളിലേക്ക് പോകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്ന ബർമുഡ ട്രയാങ്കിൾ. ഈ ബർമുഡ ട്രയാങ്കിളിൽ സമുദ്രത്തിനടിയിൽ ഭീമാകാരമായ വലിയ പിരമിഡുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ പിരമിഡുകളുടെ അതിശക്തമായ ഊർജ്ജസ്പന്ദനത്തിൽപ്പെട്ട് അപ്രത്യക്ഷമാകുന്നവർ മറ്റ് ഡയമെൻഷനുകളിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പൈലറ്റുണ്ട്, ബ്രൂസ് ഗേണി ജൂനിയർ. 1970 നടന്ന ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു. 90 മിനിറ്റ് പറക്കേണ്ട ദൂരം ഒരു പ്രത്യേക ഇലക്ട്രോണിക് ഫോഗിലൂടെ കടന്നുപോയപ്പോൾ വെറും 45 മിനിറ്റിൽ ഇദ്ദേഹം താണ്ടി, വിമാന ഇന്ധനം പകുതി പോലും ഉപയോഗിക്കാതെ. അദ്ദേഹത്തിന്റെ വാച്ചിലെ സമയം 45 മിനിറ്റ് മുന്നോട്ട് പോയി. അവിടെ സംഭവിച്ചത് ആ പിരമിഡുകളുടെ ഊർജ്ജവലയത്തിൽപ്പെട്ടുണ്ടായ ഒരു ടൈം വാപ്പാണ്. നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചാൽ സമയത്തെ പോലും കീഴ്പ്പെടുത്താൻ കഴിയുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണിത്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമ്യൂഡ ട്രയാങ്കിളിൽ ഈ പിരമിഡുകൾ എങ്ങനെ വന്നു? പുരാതന സംസ്കാരമായ അറ്റ്ലാന്റിസ് നിലനിന്നിരുന്ന സ്ഥലമാണത്. ഊർജം കൊണ്ട് അമ്മാനമാടിയിരുന്നവരായിരുന്നു അവർ. അതുതന്നെ അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. ഈജിപ്ഷ്യൻ സംസ്കാരം അവരുടെ തുടർച്ചയാണ്. ശരി, ഇനി ഈ വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള മാന്ത്രിക വിദ്യകൾ ഇതാ. ഹെക്സാഗ്രാം അഥവാ ഷട്കോണം ഉപയോഗിച്ചുള്ള രീതി. ഒരു ഷട്കോണം വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന്റെ മധ്യത്തിൽ എഴുതുക. എപ്പോഴും കൈവശം സൂക്ഷിക്കുക. അല്ലെങ്കിൽ വലിയൊരു ഷട്കോണം മനസ്സിൽ സങ്കല്പിക്കാം അല്ലെങ്കിൽ വരയ്ക്കാം. എന്നിട്ട് അതിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായും ആഗ്രഹം നടന്നതായും മനസ്സിൽ സങ്കല്പിക്കുക. ഹെക്സാഗ്രാമിന് പകരം പിരമിഡോ ശ്രീയന്ത്രമോ ഉപയോഗിക്കാം. ഇനി രോഗം എങ്ങനെ മാറ്റാം? അസുഖമുള്ള ഭാഗത്ത് നരച്ച വെള്ളി നിറത്തിലുള്ള ഒരു ഹെക്സാഗ്രാം സങ്കല്പിക്കുക. അത് പ്രപഞ്ചത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് അസുഖമുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതായും അസുഖമുള്ള അവയവത്തിന്റെ സ്പന്ദനവും പ്രപഞ്ചത്തിന്റെ ഊർജ്ജസ്പന്ദനവുമായി തുല്യമാകുന്നതായും അസുഖം മാറുന്നതായും സങ്കല്പിക്കാം. ഇനി ഓം ഉച്ചാരണത്തിലൂടെ ഊർജ്ജസ്പന്ദനം വർദ്ധിപ്പിക്കാം. ആ എന്ന് ദീർഘമായി പറഞ്ഞുകൊണ്ട് ഓം എന്ന് ഉച്ചരിക്കുന്നത് നിങ്ങളുടെ ആൽഫ ബ്രെയിൻ വേവിനെ ഉത്തേജിപ്പിക്കാനും ഭൂമിയുടെ താളവുമായി ലയിക്കാനും സഹായിക്കും. അവസാനമായി മെർക്കബ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പിരമിഡ് മെഡിറ്റേഷൻ. ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ പണ്ട് മുതലേ ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്നൊരു വിദ്യയാണിത്. അരയ്ക്ക് മുകളിലോട്ടൊരു പിരമിഡ് സങ്കല്പിക്കുക. അരയ്ക്ക് താഴോട്ട് തലകീഴായി ഒരു പിരമിഡും സങ്കല്പിക്കുക. എന്നിട്ട് ഇത് രണ്ടും പരസ്പരം എതിർദിശയിൽ കറങ്ങുന്നതായി സങ്കല്പിക്കുക. തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജസ്പന്ദനം അതിശക്തമായി വർദ്ധിക്കും. ഓർക്കുക, നിങ്ങളുടെ സങ്കല്പത്തിനും ചിന്തകൾക്കും വികാരങ്ങൾക്കുമൊക്കെ ശക്തിയുണ്ട്. അവയെല്ലാം ഊർജ്ജമാണ്. 6 വാലുള്ള നക്ഷത്രമോ ശ്രീയന്ത്രമോ വരച്ച് പൂജയോ മറ്റു കർമ്മങ്ങളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കർമ്മത്തിന്റെയും നിങ്ങളുടെയും ഊർജ്ജസ്പന്ദനം വർദ്ധിച്ച് വേഗത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നു. വീഡിയോ അവസാനിക്കും മുൻപ് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വിവരങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. ഈ അറിവ് ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്ഭുതപ്പെടുത്തുന്ന കൂടുതൽ അറിവുകളുമായി ഉടൻ വരാം. അതുവരെ നന്ദി.